എന്നാൽ ജോയുടെ ആ വാക്കുകളൊന്നും ജേറ്റുവിനെ സമാധാനപ്പെടുത്താൻ കഴിയുന്നില്ല. ജേറ്റു പറയുകയാണ്, അതിന് എന്നേക്കാൾ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം, വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ജേറ്റു ജോയോട് പിണങ്ങുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന ജോ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ റോബോട്ടുകൾക്ക് ഫീലിങ്സ് കൊടുത്താലും തെറ്റ്, കൊടുത്തില്ലെങ്കിലും തെറ്റ്. എന്നിട്ട് ജോ ജേറ്റുവിനോടായി പറയുകയാണ്, നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് തല പുണ്ണാക്കണ്ട, നിനക്ക് ഈടെയായി നാക്കിന് കുറച്ച് നീളം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജോ ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ജോ വീണ്ടും ആ സീക്രട്ട് റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് പുതിയതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ റോബോട്ടിന്റെ ഓരോ വർക്കെല്ലാം എടുത്ത് ചെയ്യുകയാണ്. ആ റോബോട്ടിന്റെ അരയ്ക്ക് താഴോട്ട് റെഡി ആയിട്ടില്ല എങ്കിലും അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ ഫീഡ് ചെയ്യാൻ നോക്കുകയാണ് ജോ. അങ്ങനെ ഇൻഫർമേഷൻ ഫീഡ് ചെയ്യാൻ തുടങ്ങിയതും അവിടെ മൊത്തം റെഡ് അലേർട്ട് മുഴങ്ങുകയാണ്. കൂടാതെ ആ റോബോട്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണോ കരയുന്നത് അതുപോലെ കരയുകയാണ്. ഉടനെ തന്നെ ജോ പോയി ആ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. എന്നിട്ട് ആ റോബോട്ടിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്.